ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് പ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ LDC എക്സാം എഴുതിയ ആൾക്കാർ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമുക്കറിയാം. കാരണം അതിൻ്റെ കട്ട് ഓഫ് മീൻസ് ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇനി 2-3 ജില്ലയ്ക്ക് മാത്രമേ വരാനുള്ളൂ, എപ്പോഴാണ് ഷോർട്ട് ലിസ്റ്റ് വരിക എന്നുള്ളത്. ഇപ്പോൾ ജനുവരിയിലൊക്കെ ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. ഒരുപാട് ചാറ്റ് ഗ്രൂപ്പുകളും ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ജനുവരി കഴിഞ്ഞു, ജനുവരിയിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഓഗസ്റ്റ് 1 മാത്രമാണ്, മീൻസ് ജൂലൈ 31 ഓഗസ്റ്റ് 1 ഇപ്പോൾ നിലവിലിരിക്കുന്ന ലിസ്റ്റ് അവസാനിക്കുക. അതിന് ശേഷമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും PSCക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ നടത്തി റാങ്ക് ലിസ്റ്റ് റെഡിയാക്കി വെച്ചാൽ മതി. അതിന് മുമ്പായിട്ട് PSCക്ക് ഇപ്പോൾ നടക്കുന്ന കുറച്ച് എക്സാംസ്, അതായത് 10th ലെവൽ എക്സാംസ് പോലുള്ള എക്സാംസ് PSCയുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് കഴിയാൻ വെയിറ്റ് ചെയ്യാതിരിക്കാം എന്നാണ് നമുക്ക് വിചാരിക്കുന്നത്. ഏകദേശം PSCക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്താൻ വലിയ സമയമൊന്നും ആവശ്യമില്ല. എത്ര ആൾക്കാരാണെങ്കിൽ തന്നെ ജില്ലാ ഓഫീസുകളിലാണ് മാക്സിമം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത്, LDC പോലുള്ള പരീക്ഷകളുടെ. അതുകൊണ്ട് വലിയ സമയമോ കാര്യമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാസങ്ങളിലായാലും മാർച്ചിലായാലും ഏപ്രിലായാലും തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് പിന്നെയും റാങ്ക് ലിസ്റ്റ് ഇടാനുള്ള സമയമുണ്ട്. അപ്പം ഇപ്പം പറയാനുള്ളത്, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് മറ്റ് പരീക്ഷകളുണ്ട്. സെക്രട്ടറി OA അടക്കമുള്ള നല്ല തസ്തികകളുള്ള ഒരുപാട് പരീക്ഷകളുണ്ട്. ഇനി എല്ലാ ഡിഗ്രി ലെവൽ എക്സാം നോക്കുന്നവരാണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് തരത്തിലുള്ള എക്സാമുകളുണ്ട്. അപ്പോൾ അത്തരം എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്കറിയാം എക്സാം PSC എത്ര ആളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരിക. അതൊന്നും കൃത്യമായിട്ട് ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ലാസ്റ്റ് വന്ന മാർക്കും റേഞ്ചസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിലും വീഡിയോ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ആയിരിക്കണം എന്നില്ല, നമുക്കറിയുന്ന ആളായിരിക്കാം. ചിലപ്പോൾ അതിനേക്കാൾ താഴെ മാർക്ക് വന്ന മെസ്സേജ് വന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി 2-3 ജില്ലകൾക്ക് മാത്രമേ മെസ്സേജും കൂടി വരാനുള്ളൂ. അതും കൂടി വന്ന ഏകദേശം അതും കൂടി വന്ന ശേഷമായിരിക്കാം സർട്ടിഫിക്കറ്റ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നാണ് നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണയും ഏകദേശം ഇതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ തവണ വന്നതാണ്, ചില ആളുകൾ ചോദിക്കുന്നതാണ് ഇനി മെസ്സേജ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ 1-2 ജില്ലയ്ക്ക് ഇങ്ങനത്തെ ഒരു, ഈ 1-2 ജില്ലക്കല്ല, 1-2 LDC അതുപോലെ മറ്റു ഒരു പോസ്റ്റിന് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ആദ്യം മെസ്സേജ് വരികയും പിന്നെ ആ ഒരു എണ്ണം നോക്കുമ്പോൾ വളരെ കുറവാണെന്ന് തോന്നുകയും പിന്നെ ഒരല്പം 1-2 അല്ലെങ്കിൽ ഒരു 1.3 ആ ഒരു റേഞ്ച് 1.3 1.6 റേഞ്ചിലേക്ക് വരെ മാർക്ക് താഴ്ത്തിയിട്ട് പിന്നെ ആൾക്കാർക്ക് മെസ്സേജ് വരുന്ന തരത്തിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ LDC ലിസ്റ്റിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്തവണ വീണ്ടും മെസ്സേജ് വരുമെന്നുള്ളത്. വീണ്ടും മെസ്സേജ് വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ അറിയില്ല. അന്ന് അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ LDC ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, വീണ്ടും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഇതുവരെ നമുക്ക് വന്ന ജില്ലകളിലൊന്നും വീണ്ടും അങ്ങനെ, അതായത് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ആദ്യം മെസ്സേജ് വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവസാനം വന്ന മാർക്ക് നമുക്ക് മനസ്സിലാവും. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വരും. അങ്ങനെയാണ് സാധാരണ ഇതിൽ നമ്മൾ കണ്ടത്. പക്ഷേ മറ്റ് രീതികൾക്കൊന്നും ഇത്തവണത്തെ മറ്റ് ജില്ലകൾക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. കഴിഞ്ഞ തവണത്തെ LDCയിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അത് ആ ഒരു സമയത്ത് ലിസ്റ്റ് വളരെ ചെറുതാവുന്നു എന്ന ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിപ്പം ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ പോകുന്നവരും വലിയ ലിസ്റ്റ് ജംബോ ലിസ്റ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം നടക്കുന്ന എക്സാംസിൻ്റെ ഇപ്പം നിലവിലുള്ള LDC ലിസ്റ്റിൻ്റെ എത്രയാണോ ആൾക്കാർ അഡ്വൈസ് ആവുന്നത് ആ ഒരു നമ്പർ തന്നെയായിരിക്കാം ഇപ്പോൾ വരുന്ന ഇതിലേക്ക് എന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം PSC അതും കൂടി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടായിരിക്കാം PSC ലിസ്റ്റ് ഇടാൻ പോകുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്തരം ഡൗട്ടുകളും കാര്യങ്ങളും മീൻസ് അനാവശ്യ ചർച്ചകളിൽ പോയി വീഴാതെ നിങ്ങളുടെ എക്സാം ഇനി വരുന്ന എക്സാംസ് നന്നായി പ്രിപ്പയർ ചെയ്യുക. എന്തായാലും നിങ്ങൾ എഴുതി കഴിഞ്ഞൊരു എക്സാമാണ്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ എന്തായാലും വരുന്ന എക്സാംസിന് ആൾക്കാർ മാക്സിമം ചെയ്യാൻ നോക്കുക. പക്ഷേ മെസ്സേജ് വന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ മാർക്ക് റേഞ്ചും കാര്യങ്ങളും പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ വന്ന ജില്ലകളിൽ മാർക്ക് റേഞ്ചിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി ഇട്ടിട്ട് താങ്ക് യു.